ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയാണ്. തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ ഹാങ്ങിങ് മിങ്കാസ് ഞാൻ എങ്ങനെയാണ് റൂട്ട് പിടിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. അപ്പോൾ എൻ്റെ രീതിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് വിൻഗയുടെ റൂട്ട് പിടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഗാർഡൻ സോയിലും എന്ന് പറയുമ്പോൾ നമ്മുടെ ഗാർഡനിലുള്ള മണൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ഞാൻ മണ്ണാണ് എടുക്കുന്നത്. മണ്ണും പിന്നെ പെർലൈറ്റ് കുറച്ച് ആഡ് ചെയ്യും കേട്ടോ. പെർലൈറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഓവറായി പോയി കഴിഞ്ഞാൽ പെർലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് ചകിരി കമ്പോസ്റ്റാണ്, ചകിരി ചോറല്ല, പ്രത്യേകം ഓർക്കണം, ചകിരി കമ്പോസ്റ്റാണ് കേട്ടോ. ചകിരി ചോറ് നമ്മൾ എടുക്കുമ്പോഴത്തേനും അത് ട്രീറ്റ് ചെയ്യാത്തതൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടിങ്സൊക്കെ അഴുകി പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു ഗ്ലാസ്സാണ് ഞാൻ എടുക്കുക. ഹോളൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യണേ. അതിൽ നമ്മൾ ഈ പോട്ടി മിക്സ് ഒരു 75% നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കട്ടിങ്സ് എടുക്കാം. കട്ടിങ്സ് എടുത്ത് നമുക്ക് ഇങ്ങനെ കട്ടിങ്സ് എടുത്ത് നമുക്ക് നേരെ അതിലേക്ക് ഇറക്കി വയ്ക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ചെറുതായിട്ടൊരു ഹോള് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ കട്ടിങ്സിൻ്റെ താഴ്ഭാഗമൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകും, നമ്മൾ അറിയത്തുമില്ല അത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ലീവ്സൊക്കെ നന്നായിട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. ഒരുപാട് ലീവ്സൊന്നും അതിൽ വെക്കണ്ട. അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം, ഇല്ലെങ്കിൽ അതൊക്കെ വീണിട്ട് ഇങ്ങനെ അഴുകലൊക്കെ ചീലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു ഹോളാക്കിയിട്ട് നമുക്കിത് നട്ടു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കണേ. നന്നായിട്ട് ഉലയാതെ തന്നെ നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണേ, ഇല്ലെങ്കിൽ അത് റൂട്ട് വരാനൊക്കെ ഡിലേ വരും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാഫ് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് സാഫ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഇന്നിപ്പോൾ നന്നായിട്ട് ഈ സാഫ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം പിന്നെ നമുക്ക് വെള്ളമൊന്നും അതിനകത്ത് ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ. ഒന്നാമത് ഇപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ചകിരി കമ്പോസ്റ്റാണ് കേട്ടോ. ചകിരി ചോറല്ല, ചകിരി കമ്പോസ്റ്റാണ്. ഇതിനകത്തും ഞാൻ റൂട്ട് പിടിപ്പിക്കാൻ വെക്കാറുണ്ട് കേട്ടോ. ഇതുപോലുള്ള ചകിരി കമ്പോസ്റ്റ് എടുക്കാം. അതിനുശേഷം നമ്മൾ ആ പേപ്പർ ഗ്ലാസ് തന്നെയാണ് ഇതിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനകത്തേക്ക് ചകിരി കമ്പോസ്റ്റ് എല്ലാത്തിലും ഒരു 75% മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കത് അതും ഇതിലേക്ക് നട്ടതിന് ശേഷം നന്നായിട്ടങ്ങ് ഉറപ്പിച്ച് കൊടുക്കണേ. അതിനുശേഷം മറ്റത് ചെയ്തതുപോലെ തന്നെ സാഫ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വേനൽക്കാലത്താണെങ്കിലും നമ്മളൊന്ന് എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ അല്ലാതെ പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ഒരു മെത്തേഡാണ് കേട്ടോ ജിഫി എന്ന് പറയുമ്പോൾ കൂടുതലും ഞാൻ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജിഫിയിൽ റൂട്ട് പിടിപ്പിക്കുന്നത്. ജിഫിയിൽ റൂട്ട് പിടിപ്പിക്കാൻ എടുക്കുമ്പോൾ കുറച്ച് തളിരായിട്ടുള്ള സ്റ്റെം എടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതൽ കട്ടിയുള്ള സ്റ്റെം എടുക്കുമ്പോൾ അത് റൂട്ട് വരാൻ ഒരുപാട് ഡിലേ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് കുറച്ച് തളിരായിട്ടുള്ള സ്റ്റെം എടുത്തിട്ട് ജിഫിയിൽ നമുക്ക് റൂട്ട് പിടിപ്പിക്കാൻ വെക്കാം. ഇത് നമ്മൾ ഗാർഡൻ സോയിൽ ആദ്യം കാണിച്ചൊരു മിക്സില്ലേ, അതിൽ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റാണ് കേട്ടോ. അത് പെട്ടെന്ന് റൂട്ട് വരും. ഞാനിപ്പോൾ ഇത് വെച്ചിട്ടൊരു 2 വീക്ക് ആയിട്ടേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് റൂട്ട് പിടിച്ച് കിട്ടും. ഇതിലിപ്പോൾ താരതമ്യേന ഏതാണ് പെട്ടെന്ന് റൂട്ട് പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ജിഫി തന്നെ ആയിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് നന്നായിട്ട് റൂട്ട് പിടിച്ച് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ വേര് പിടിപ്പിക്കാൻ വെച്ച പ്ലാന്റുകളാണ് കേട്ടോ. കുറേ വെച്ചിട്ടുണ്ട്. ഇത്രത്തോളം പിടിച്ച് കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല. ഏത് മെത്തേഡായാലും ഇപ്പം നമ്മളൊരു 100 വെക്കുമ്പോൾ ഒരു 80 പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. 20 എന്തായാലും പോവും, അതിന് ഏതിലായാലും പോവുമല്ലോ. ഇതൊക്കെ നമ്മൾ ജിഫിയിൽ വെച്ചേക്കുന്നതാണ്.
നമ്മൾ ഈ 3 രീതിയിലും പ്ലാന്റുകൾ പിടിപ്പിക്കാൻ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ കൂടുതലും നമ്മൾ ഗ്ലാസ്സിൽ വെക്കുന്നത് എനിക്ക് മദർ പ്ലാന്റ് ആക്കാൻ വേണ്ടിയിട്ടും, അതായത് നമ്മൾ പോട്ട് പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ അടുത്തൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഗ്ലാസ്സിൽ പിടിപ്പിക്കുക. ഓൺലൈനായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് ജിഫി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മണ്ണിൽ പിടിപ്പിച്ചിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ എടുത്ത് കവർ ചെയ്തൊക്കെ അയക്കുമ്പോൾ അത്രയ്ക്കൊന്നും സക്സസ് ആവാറൊന്നുമില്ല. അത് ഏത് ചെടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ബോൾസ് അയച്ചാലും ഇൻക അയച്ചാലും ഏത് ചെടി അയച്ചാലും ഞാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. പിടിക്കുന്നതും ഉണ്ടാവും, എനിക്ക് പിടിക്കാറില്ല. അങ്ങനെ കിട്ടിയ പ്ലാന്റുകളൊന്നും എനിക്ക് മെജോറിറ്റിയും പിടിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. ഗ്ലാസ്സിൽ ഒരു 2 വീക്സ് കഴിഞ്ഞ പ്ലാന്റുകളാണ്. സാഫാണ് കേട്ടോ ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത്. എന്തോ ഒരു പുള്ളി പോലെ കാണുന്നില്ലേ, അത് സാഫാണ്. ഇത് ജിഫിയിൽ പിടിപ്പിച്ച് വെച്ച പ്ലാന്റാണ് കേട്ടോ. ഒരു 2 ആഴ്ച മുന്നേ പിടിപ്പിച്ച പ്ലാന്റാണ്. റൂട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ റൂട്ട് വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഇതിനകത്ത് ഇനി നമ്മൾ NPK സ്പ്രേ ചെയ്യും, കുറച്ച് വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. അത് കഴിയുമ്പോഴത്തേനാണ് നല്ല ബുഷിയായിട്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 3 ഡേയ്സ് കൂടുമ്പം ഇതൊന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ഒരു 3, 4, 5 പ്ലാന്റുകളൊക്കെ നമുക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ജിഫി പെട്ടെന്ന് റൂട്ട് പിടിക്കുന്നുണ്ടല്ലോ, എല്ലാം പിടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ 100 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു 80 എണ്ണം, ഒരു 70 എണ്ണം അത്രയൊക്കെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ഇത് ജിഫിയിൽ തന്നെ ഞാൻ സീഡ്സ് ഇട്ട് മുളപ്പിച്ചതാണ് കേട്ടോ. ഇങ്ങനെ സീഡ്സ് എനിക്ക് പെട്ടെന്ന് വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പിടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഹാങ് ആവുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഓക്കെ ആവുന്നുണ്ട്, സീഡ്സ് ഇടുന്നത് ഓക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ റൂട്ട് പിടിപ്പിക്കുന്നതും ഒക്കെയുള്ള മെത്തേഡുകൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്